പ്രിയ സുഹൃത്തെ, 2010 ഞാൻ ആദ്യമായിട്ട് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദുബായിലേക്ക് വരുന്നത്. അന്ന് അബുദാബിയിൽ വെച്ച് എൻ്റെ ഒരു കസിൻ ബ്രദർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നു. അദ്ദേഹം ഒരു തൃശ്ശൂരുകാരനാണ്. അന്ന് ഞാൻ അദ്ദേഹമായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ച സമയത്ത് അദ്ദേഹം തിരിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എടാ, നീ പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം, പക്ഷേ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള ഇൻഷുറൻസ് ഏജൻറ്റ് എന്നെ പറ്റിച്ചുകൊണ്ട് പോയതാണ്. വെല്ലോടത്തൊന്നും വന്നാൽ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ പറഞ്ഞു, സാർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്, സാറിന് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, എന്നിട്ട് വേണമെങ്കിൽ സാർ ചെയ്തോ. പക്ഷേ ദൈവാനുഗ്രഹത്താൽ അന്ന് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് തന്നത് അദ്ദേഹം തന്നെയാണ്. അതായത് 2010 23,500 രൂപയുടെ SIP എനിക്ക് തന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്ന് ആ ഒരു സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു തുകയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം നിക്ഷേപം തുടങ്ങി. ഏകദേശം ഒരു 1-2 വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഇതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെൽത്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം കിട്ടി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, എടാ, ഇപ്പോൾ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ എനിക്ക് അത്യാവശ്യം നല്ല വിശ്വാസമൊക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ 1,00,000 രൂപയോളം എനിക്ക് സർപ്ലസ് വരുന്നുണ്ട്. ഞാനൊരു പണി ചെയ്യാം, ഒരു 50,000 രൂപ വെച്ച് ഞാൻ SIP വഴി നിക്ഷേപിക്കാം, ബാക്കി 50,000 രൂപ എല്ലാ മാസവും ഞാൻ മാർക്കറ്റൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാർ അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ അദ്ദേഹം 50,000 രൂപയുടെ SIP ചെയ്തു. ബാക്കി 50,000 രൂപ ഇദ്ദേഹം സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തന്നു. അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നോക്കുന്ന സമയത്ത് ഈ 50,000 രൂപ SIP വഴി നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ കാര്യം വളരെ കൃത്യതയോടെ ഒരു മാസം പോലും മുടങ്ങാതെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം എക്സ്ട്രാ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റും അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ താങ്കൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച് ടിപ്സ് പവർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് ക്രിംസൺ ഡയസ്. തൊമ്മിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരിലുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്റ്റോറിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ തൽക്കാലം നമ്മുടെ തൊമ്മിച്ചൻ തന്നെ നമുക്ക് പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു 2010 ഇദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 2012 ഇദ്ദേഹം പറയുന്നത് 50,000 രൂപ വെച്ച് ഇദ്ദേഹം SIP ചെയ്യാം, ബാക്കി 50,000 രൂപ ഇദ്ദേഹം ലംസം ആയിട്ട് ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇൻറ്റു 12, അതായത് 6 ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. ഇവിടെ ഈ 12 മാസം കഴിഞ്ഞ സമയത്ത് ഇവിടെ ആകെ, കാരണം അദ്ദേഹം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല, 0 ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു വലിയൊരു കമ്പനിയുടെ ഒരു എൻജിനീയർ പോസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ജോലി സംബന്ധമായിട്ടുള്ള കുറേ തിരക്കുകളുണ്ട്. ആ സമയത്ത് ഈ സംഭവം ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോറിറ്റി അതായത് ഈ 50,000 രൂപ ഈ മാർക്കറ്റെല്ലാം നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ലോവർ ലെവലിലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കാൻ ഇദ്ദേഹത്തിന് നോർമൽ സിറ്റുവേഷനിൽ സമയം കിട്ടില്ല. ഇനി ഏതെങ്കിലും സമയത്ത് ഇദ്ദേഹത്തിന് സമയം കിട്ടിയെന്ന് വിചാരിച്ചു, ആ സമയത്ത് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ മാർക്കറ്റ് ഹൈ വാല്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഇമോഷൻ വർക്ക് ചെയ്യും. ഇനി മാർക്കറ്റ് ഇടിക്കുമല്ലോ, ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞ് നമ്മളത് വേണ്ട നോക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ മാർക്കറ്റ് ഇപ്പോൾ ലോ ലെവലിലായിരിക്കുന്നു എന്ന് വിചാരിച്ചോ, നമ്മൾ ഈ പൈസ എവിടെയാണ്? നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലാണ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യം വരുന്ന സമയത്ത് ഈ പൈസ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് ലോ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമ്മുടെ കയ്യിൽ നോ മണി, പൈസ
ഉണ്ടാകണമെന്നില്ല. ഇത് ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സിന് പറ്റുന്ന, അതായത് എല്ലാ മാസവും ഞാൻ മാർക്കറ്റൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സിന് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്. അപ്പോൾ ഇതറിയാവുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് സാലറി ആയിട്ട് എടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ലാക്കാണ്. പിന്നെ ഇത് കൂടാതെ യൂട്യൂബ് അങ്ങനെയുള്ള വേറെ പല സോഴ്സുകളിൽ നിന്നുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 1 ലാക്കും കൂടി വരുമാനം വരും. ഏകദേശം ഒരു 3.5 ലാക്കാണ് ഇപ്പം എൻ്റെ ഒരു വരുമാനം. ഇതിലിപ്പോൾ നമ്മൾ ഒരു TDS ആയിട്ട് ഒരു 19,000 ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപ നെറ്റ് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മാസം വരും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 3 ലക്ഷം രൂപയിൽ 50%, അതായത് 1.5 ലക്ഷം രൂപ ഞാൻ നേരെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ഏകദേശം ഒരു 15% തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വീട് പണിത സമയത്ത് 2-3 ചിട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇനി ഒരു 5-6 മാസം കൂടി അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്. അത് ഏകദേശം ഒരു 45,000 രൂപയോളം വരും. അത് ഞാൻ പേ ചെയ്യും. ഇപ്പോൾ വീട്ടിലത്തെ ചിലവിന് വേണ്ടി എനിക്ക് ഏകദേശം ഒരു 45,000 രൂപ ഉണ്ടെങ്കിൽ വീട്ടിലത്തെ അത്യാവശ്യം വേണ്ട എൻ്റെ മോൻ്റെ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ആ ഒരു എമൗണ്ടിൽ എനിക്ക് തീർക്കാൻ പറ്റും. പിന്നെ ഒരു 10 to 15% ഞാൻ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ പല ആൾക്കാരെ സഹായിക്കാനും പല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം ഒരു 1.35 ലാക്ക് വരും. പിന്നെ ഏകദേശം ഒരു 10-15,000 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ ബാലൻസ് വരും. അപ്പോൾ ഇങ്ങനെയാണ്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വരുമാനത്തിൻ്റെ 50% ഞാൻ നേരെ, അതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ 27-ാം തീയതിയാണ് സാലറി വരുന്നത്. എൻ്റെ എല്ലാ SIP 1-ാം തീയതി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തു പോകും. ഞാൻ പണ്ട് ഇങ്ങനെ 5-ാം തീയതി, 10-ാം തീയതി, 15-ാം തീയതി, 20-ാം തീയതി, 25-ാം തീയതി അങ്ങനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ ഇങ്ങനെ വന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ഒരു 1.5 ലാക്കിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 30,000 രൂപ വെച്ചാക്കിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ 30,000 രൂപ, ഇവിടെ 30,000 രൂപ, ഇവിടെ 30, പിന്നെ 25-ാം തീയതി 30,000 രൂപ. അങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലുള്ള ഒരു പ്രശ്നം. ഞാൻ കണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സപ്പോസ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവിടെ ഇനി ബാക്കി എനിക്ക് 1,20,000 രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഈ സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പൈസ ഞാൻ ചെലവഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു മാസത്തിൽ ഈ തരത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ കാണാം. ആ ഒരു വീഡിയോൻ്റെ തംബ്നെയിലിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ താങ്കൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പല ഇതും മുടങ്ങാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഞാൻ 27-ാം തീയതി എനിക്ക് സാലറി കിട്ടും. ഞാൻ 1-ാം തീയതി തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് 2 ദിവസം 3 ദിവസം ഗ്യാപ്പ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഫെബ്രുവരിയിൽ നോക്കുന്ന സമയത്ത് 28 ദിവസമുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം തന്നെ 1-ാം തീയതി ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കാൻ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏകദേശം ഒരു 3 to 4 days ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് സാലറി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് അതിൽ നിന്ന് പോകുന്നത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് പോയി നമ്മളുടെ ആ ഒരു ബക്കറ്റിൽ നിന്ന് പോയി വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ തന്നെ ഒരു ഡിസിപ്ലിനായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരു ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 1.5 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഇവിടെ 1.5 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഇവിടെ 1.5 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഈ ആദ്യത്തെ ഒരു 3 തവണ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും തോറും ഇതെൻ്റെ ഒരു ഹാബിറ്റായിട്ട്, അത് നമ്മൾ അറിയാതെ തന്നെ അതൊരു ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധിക്കുന്ന എല്ലാവരും അവർക്ക് സാധിക്കാവുന്നതിൻ്റെ മാക്സിമം തുക. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ 2.5 ലാക്കാണ് ഞാൻ സാലറി എടുക്കുന്നത്.
ഏകദേശം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള പല ആൾക്കാരുടെ വരുമാനം, അതായത് എൻ്റെ സ്റ്റാഫിൻ്റെ ഒരു മിക്കൊരു വരുമാനം 3 മടങ്ങും 4 മടങ്ങും 5 മടങ്ങെല്ലാം ആയ സമയത്തും എൻ്റെ ഏകദേശം ഇരട്ടി പോലും ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ തുക ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ എടുക്കുന്ന സാലറി തന്നെ ഞാൻ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു വെച്ച്. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബിസിനസ് അത്യാവശ്യം ഒരു മെച്ചുവേർഡായി, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫൗണ്ടേഷനായി, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഞാൻ കഴിയുന്ന സമയത്ത് എൻ്റെ സാലറി ഓൾമോസ്റ്റ് ഞാൻ നേരെ ഇരട്ടിയാക്കാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് ഏകദേശം ഒരു 3 to 3.5 ലാക്ക്, ഒരു 3-3.5 ലക്ഷം രൂപയെങ്കിലും നേരെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും. പിന്നെ ആ സമയത്ത് എൻ്റെ ചിട്ടി ഫണ്ടുകൾ തീരും. അപ്പോൾ അതും കൂടി തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 1 ലക്ഷം രൂപ, അതായത് 4 ലക്ഷം രൂപ, 1 ലക്ഷമല്ല 4 ലക്ഷം രൂപ വരെയൊക്കെ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒന്ന് നോക്കിയാൽ 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനത്തിന് ഏകദേശം ഒരു 75-80, കാരണം ഇനി ബാക്കി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങി എനിക്കൊരു 70% എങ്കിലും തുക എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ തുക ഞാൻ SIP വഴി തന്നെ നിക്ഷേപിക്കുള്ളൂ. അല്ലാതെ ടൈമിങ്സ് ഇതെല്ലാം നോക്കിയിട്ട് കാരണം നമ്മളറിയാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ക്രാഷ് വന്നു. ഈ 1-ാം തീയതി ഓട്ടോമാറ്റിക്കലി ആ ക്രാഷിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ SIP എന്നത് നമുക്ക് ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധിക്കുന്ന എല്ലാവരും SIP വഴി തന്നെ നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കുമായിട്ട് താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഈ സ്ക്രീനിൽ നമ്പർ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.